CPIM സംസ്ഥാന കമ്മിറ്റി അംഗമായ CPIM മുൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായ പി ജയരാജൻ അദ്ദേഹം തിരുവോണ ദിവസം പ്രാദേശിക ചാനലിന് ഒരു അഭിമുഖം നൽകുന്നു. അതിൽ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തെക്കുറിച്ചാണ്. വരാൻ പോകുന്ന പ്രസിദ്ധീകരിക്കാൻ പോകുന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകം, ആ പുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ച് പറയുകയാണ്. അതിൽ അദ്ദേഹം ഒരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. നേരത്തെ ഏതാനും ആളുകളെ ISISയിലേക്ക് റിക്രൂട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് കേരളത്തിലെ മത തീവ്രവാദികൾക്ക്. അവർ വിരലിലെണ്ണാവുന്നവർ മാത്രമേയുള്ളൂ എന്ന് പറയുന്നു പി ജയരാജൻ. അപ്പോഴാണ് കിട്ടിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് കാസക്കാർ രംഗത്തിറങ്ങുന്നത്, ഹിന്ദു വർഗീയവാദികൾ രംഗത്തിറങ്ങുന്നത്. പി ജയരാജൻ കേരളത്തിൽ ഇസ്ലാമിസ്റ്റുകൾ ശക്തി പ്രാപിക്കുന്നു, കേരളത്തിൽ നിന്ന് ISISലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നു, അദ്ദേഹം ഇതാ ഇപ്പോൾ സമ്മതിച്ചിരിക്കുന്നു, കേരളത്തിൽ ഇസ്ലാമിസ്റ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് സമ്മതിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രചാരണം ആരംഭിക്കുകയും ചെയ്തു. ദീപിക മുഖപ്രസംഗം വരെ എഴുതി. ഇന്നത്തെ മുഖപ്രസംഗം, ദീപികയുടെ മുഖപ്രസംഗം പി ജയരാജന്റെ ഈ പരാമർശത്തെക്കുറിച്ചാണ്. ഞങ്ങൾ അന്നേ പറഞ്ഞു, അവസാനം പി ജയരാജനും പറഞ്ഞു എന്നാണ് ഈ മുഖപ്രസംഗത്തിന്റെ ഉള്ളടക്കം തന്നെ. ഇപ്പോഴിതാ പി ജയരാജൻ ഒരു വിശദീകരണ കുറിപ്പുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഞാൻ എന്താണ് പറഞ്ഞത് എന്ന് പറയുന്നതോടൊപ്പം എന്താണ് ദീപിക ചെയ്യുന്നത്, എന്താണ് ഹിന്ദു വർഗീയവാദികൾ ചെയ്യുന്നത്, എൻ്റെ വാക്കുകളെ എങ്ങനെയാണ് വളച്ചൊടിക്കുന്നത്, എന്താണ് ഞാൻ പറഞ്ഞത് എന്ന് വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം ഇട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്. അതിങ്ങനെയാണ്: തിരുവോണ ദിവസം ഒരു പ്രാദേശിക ചാനൽ സംപ്രേഷണം ചെയ്ത എൻ്റെ അഭിമുഖത്തിലെ ഒരു ഭാഗം വളച്ചൊടിച്ചുള്ള ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചത് സംഘപരിവാർ പ്രസിദ്ധീകരണങ്ങളാണ്. തുടർന്ന് സോഷ്യൽ മീഡിയയിൽ പലരും ആ വഴി പിന്തുടർന്നു. ബുധനാഴ്ചത്തെ ദീപിക പത്രത്തിൻ്റെ മുഖപ്രസംഗം ഇതേ വിഷയത്തെക്കുറിച്ചാണ്. കേരളം, മുസ്ലിം രാഷ്ട്രീയം, രാഷ്ട്രീയ ഇസ്ലാം എന്ന എൻ്റെ ഒക്ടോബറിൽ പ്രകാശനം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പുസ്തകത്തിലെ ഒരു ഭാഗം സംബന്ധിച്ചാണ് ദീപികയുടെ അഭിപ്രായ പ്രകടനം. പുസ്തകം വിശദമായി വായിക്കുന്നതിന് മുമ്പാണ് ഈ അഭിപ്രായ പ്രകടനങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളത്. അതിനാൽ വിശദമായ ചർച്ച പുസ്തക പ്രകാശനത്തിന് ശേഷമാകാം. പക്ഷേ ചില കാര്യങ്ങളെക്കുറിച്ച് പ്രതികരിക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം 4 പോയിന്റുകൾ മുന്നോട്ട് വെക്കുന്നത്. അതിലൊന്ന് ഇങ്ങനെയാണ്: രാഷ്ട്രീയ ഇസ്ലാമിനെ CPIM എല്ലായ്പ്പോഴും അകറ്റി നിർത്തിയിട്ടുണ്ട്. പൗരത്വ ഭേദഗതി നിയമം, ഏകീകൃത സിവിൽ കോഡ് എന്നീ വിഷയങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമി പോലുള്ള ഇസ്ലാമിസ്റ്റുകളുമായി യോജിക്കാൻ പാർട്ടി തയ്യാറായിട്ടില്ല. ഹിന്ദുത്വ വർഗീയത ആണ് രാജ്യത്തിലെ ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് ഏറ്റവും അപകടകരം എന്നാണ് CPM കരുതുന്നത്. രണ്ടാമത്തെ പോയിന്റാണ്: ഹിന്ദുത്വ വർഗീയത ആണ് രാജ്യത്തിലെ ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് ഏറ്റവും അപകടകരം എന്നാണ് CPM കരുതുന്നത്. അതേസമയം ആ വർഗീയതയെ ശക്തമായി എതിർക്കുമ്പോൾ തന്നെ ന്യൂനപക്ഷ വർഗീയ നീക്കങ്ങളെയും പാർട്ടി ശക്തമായി എതിർത്ത് പോന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് തുർക്കിയിലെ ഹാഗിയ സോഫിയ ദേവാലയം മുസ്ലിം പള്ളിയായി പരിവർത്തിച്ചപ്പോൾ അതിനെ അനുകൂലിച്ച നിലപാട് സ്വീകരിച്ച മുസ്ലിം ലീഗിനെ ശക്തമായി എതിർത്തത് CPIM ആണ്. ചുരുക്കം വരുന്ന വഖഫ് ബോർഡ് നിയമന പ്രശ്നത്തിൽ മുസ്ലിം പള്ളികൾക്കകത്ത് സർക്കാർ വിരുദ്ധ രാഷ്ട്രീയ പ്രസംഗം നടത്താൻ മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും മുന്നോട്ട് വന്നപ്പോൾ ഇത് മതവികാരം ഇളക്കി വിട്ട് നടത്തുന്ന വർഗീയ പ്രവർത്തനമാണെന്ന് തുറന്ന് കാട്ടിയതും പാർട്ടിയും LDF സർക്കാരുമാണ്. സുന്നി മതസംഘടനകൾ ലീഗിൻ്റെയും ഇസ്ലാമിസ്റ്റുകളുടെയും നിലപാടിനെതിരെ ഉറച്ച സമീപനം സ്വീകരിച്ചതോടെ അവർക്ക് പിൻവാങ്ങേണ്ടി വരികയും കോഴിക്കോട് കടപ്പുറത്ത് ലീഗ് നേതാക്കൾക്ക് പ്രസംഗം നടത്തി തടിതപ്പേണ്ടി വന്നതും സമീപകാല സംഭവ വികാസമാണ്. ആഗോള സമാധാനത്തിന്റെ യഥാർത്ഥ ഭീഷണി ഇസ്ലാമിക തീവ്രവാദമാണ് എന്ന മുഖപ്രസംഗത്തിലെ വാചകത്തോട് ശക്തമായ വിയോജിപ്പുണ്ട്. ഇങ്ങനെ പറയുന്നത് മരം മറഞ്ഞ് കാട് കാണാതിരിക്കലാണ്. ലോക പോലീസ് ചമഞ്ഞു യുദ്ധങ്ങളും സംഘർഷങ്ങളും സൃഷ്ടിക്കുന്ന അമേരിക്കൻ സാമ്രാജ്യത്വമാണ് ലോക സമാധാനത്തിന്റെ ഏറ്റവും വലിയ ശത്രു. 80-ൽ അധികം രാജ്യങ്ങളിൽ 750 അമേരിക്കൻ സൈനിക താവളങ്ങൾ ഇന്ന് അമേരിക്കക്ക് ഉണ്ട്. റഷ്യ ഉക്രൈൻ യുദ്ധം നീണ്ടുപോകുന്നത് ഉക്രൈന് നൽകുന്ന സാമ്പത്തിക യുദ്ധോപകരണ സഹായത്താലാണ്. ലോകത്തെ മൊത്തം സൈനിക ചെലവിൻ്റെ 40% നിർവഹിക്കുന്നത് അമേരിക്കയാണ്. ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന കൂട്ടക്കൊലയ്ക്ക് പിന്തുണ നൽകുന്നതും അമേരിക്കയാണ്. ഇത്തരമൊരു ശക്തിയെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണോ മുഖപ്രസംഗം മേൽപ്പറഞ്ഞ വിധം വിലയിരുത്തിയത്? മുഖപ്രസംഗത്തിൽ ദീപിക പറയുന്നു, പലസ്തീനിൽ വീട് നഷ്ടപ്പെട്ട മനുഷ്യരെക്കുറിച്ച് മാധ്യമങ്ങൾ പറയുന്നത് കൊണ്ട് നമുക്ക് അവരോട് സഹതാപമുണ്ട്. ലോകത്തെമ്പാടുമുള്ള മനുഷ്യ സ്നേഹികൾ ഇസ്രയേലിൻ്റെ വംശഹത്യക്കെതിരായി പ്രതികരിക്കുമ്പോൾ ദീപികയ്ക്ക് മാധ്യമങ്ങൾ പറയുന്നത് കൊണ്ടുള്ള സഹതാപം മാത്രമേ ഉള്ളൂ എന്നത് അതിശയകരമാണ്. 82% ക്രിസ്ത്യൻ ജനസംഖ്യയുള്ള ദക്ഷിണാഫ്രിക്കയാണ് ഗാസയിൽ നടക്കുന്ന വംശഹത്യക്കെതിരായി അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ കേസ് കൊടുത്തതും അനുകൂല വിധി സമ്പാദിച്ചതും. ഇതൊന്നും പത്രം അറിഞ്ഞ മട്ടില്ലെന്ന് തോന്നുന്നു. അവർ ചോദിക്കുന്നത് അസർബൈജാനിലെ ക്രിസ്ത്യൻ ജനവിഭാഗത്തിനെതിരായി നടക്കുന്ന അതിക്രമങ്ങളെക്കുറിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നാണ്.
പഴയ സോവിയറ്റ് യൂണിയൻ വിഘടിക്കപ്പെട്ടതോടെ രൂപം കൊണ്ട പല രാജ്യങ്ങളിലും വംശീയമായ ഏറ്റുമുട്ടൽ നടന്നു വരുന്നുണ്ട്. ഇവക്കെല്ലാം മതനിരപേക്ഷമായ പരിഹാര നടപടിയാണ് ആവശ്യം. എന്നാൽ അവിടങ്ങളിലൊക്കെ അത്തരം വിഭാഗങ്ങളിൽ തീവ്രവാദ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന വംശീയ ഗ്രൂപ്പുകൾ കൂടി ഉണ്ടെന്ന് തിരിച്ചറിയണം. പലസ്തീനികളുടെ രാഷ്ട്ര സ്ഥാപനത്തിന്റെ വിഷയം ഇതിൽ നിന്നെല്ലാം വിഭിന്നമാണ്. പലസ്തീനികളുടെ ഈ അവകാശം കവർന്നെടുക്കാൻ ഇസ്രയേൽ നടത്തുന്ന ശ്രമങ്ങൾക്ക് പിന്നിലും അമേരിക്കയാണ്. ലോകത്ത് ഇസ്ലാമിസ്റ്റുകൾ നടത്തുന്ന ഭീകര പ്രവർത്തനങ്ങളെ ഞാനും കാണാതിരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവസാനത്തെ 4ാമത്തെ പോയിന്റ് തുടങ്ങുന്നത്. ലോകത്ത് ഇസ്ലാമിസ്റ്റുകൾ നടത്തുന്ന ഭീകര പ്രവർത്തനങ്ങളെ ഞാനും കാണാതിരിക്കുന്നില്ല. പക്ഷേ ഇസ്ലാമിസ്റ്റുകളെ അമേരിക്ക പലപ്പോഴും പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് എന്ന ചരിത്ര യാഥാർത്ഥ്യം വിസ്മരിക്കാനും പാടില്ല. കേരളത്തിലെ മുസ്ലിം രാഷ്ട്രീയത്തെക്കുറിച്ചും ഇസ്ലാമിസ്റ്റുകളെ കുറിച്ചും സജീവമായി ചർച്ച ചെയ്യുന്നത് ജനാധിപത്യത്തിന്റെ ഭാവിക്ക് അത്യാവശ്യമാണ്. അത്തരം ചർച്ചകളിൽ ദീപിക പത്രത്തിനും പങ്കുവഹിക്കാനാകും. അത്തരം ചർച്ചകൾ തുടരണം. പക്ഷേ 2019 ശേഷം കേരളത്തിലെ ക്രിസ്തീയ ജനവിഭാഗങ്ങളിൽ അതേവരെ ഇല്ലാത്ത ഇതര മതവിരോധം പരത്തുന്ന കാസയുടെ വാദങ്ങൾ ഏറ്റുപിടിക്കാതിരിക്കാനും ശ്രമിക്കണം. 5ാമത്തെ പോയിന്റ്, കേരളത്തിൽ ഇപ്പോൾ ISISലേക്ക് റിക്രൂട്ട്മെന്റ് നടത്തുന്നതായി എവിടെയും പറഞ്ഞിട്ടില്ല. മുമ്പ് വിരലിലെണ്ണാവുന്നവരെ റിക്രൂട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അതിലിപ്പോഴും ഉറച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. കാസയുടെ പ്രവർത്തനം, ആ കാസയുടെ പ്രവർത്തനത്തിന് പിന്തുണ നൽകുകയാണോ ദീപിക ചെയ്യുന്നത് എന്ന ചോദ്യമാണ് ഉയരുന്നത്. എന്താണ് പി ജയരാജൻ പറഞ്ഞത് എന്ന് പോലും നോക്കാതെ പറഞ്ഞതിന്റെ ചെറിയ ഭാഗം മാത്രം എടുത്ത് പി ജയരാജൻ പറഞ്ഞത് ഞങ്ങൾ പണ്ടേ പറഞ്ഞതാണ് എന്ന് പറഞ്ഞ് രംഗത്ത് വരുന്നവർക്ക് കൃത്യമായ മറുപടിയാണ് പി ജയരാജൻ നൽകുന്നത് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ.